നെല്ലിയാമ്പതി പോളച്ചിറക്കൽ സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കണമെന്നും പാലക്കാട് നെല്ലിയാമ്പതി കാരപ്പാറ KSRTC ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. പോളച്ചിറക്കൽ സ്കൂളിൽ 300ഓളം വിഷയങ്ങൾക്ക് അധ്യാപകരില്ലെന്നും മാസങ്ങളായി സ്കൂളിലെ ശുചിമുറികളിൽ വെള്ളമില്ലാത്ത സ്ഥിതിയാണെന്നും സ്കൂൾ പരിസരം മാലിന്യക്കൂമ്പാരമായി കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലുമാണെന്നും സമരക്കാർ ആരോപിച്ചു. പ്രദേശത്തെ ആളുകളും സ്കൂൾ വിദ്യാർത്ഥികളും ആശ്രയിച്ചു വരുന്ന കാരപ്പാറ KSRTC ബസ് സർവീസ് മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. ഈ വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം DCC ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റിനെ മാത്രം കുറ്റപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിൽ തന്നെ ഇപ്പോൾ വലിയ ഗുരുതരമായൊരവസ്ഥയിലാണ്. സുപ്രീം കോടതി അധ്യാപകരെ നിയമിക്കുന്നതിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സംവരണം കൊടുക്കണമെന്നൊരു വിധി വന്നു. ആ വിധി വന്നപ്പോ കേരള സർക്കാർ, ഭരിക്കാൻ അറിയാത്ത ഇപ്പോഴത്തെ കേരള സർക്കാർ ചെയ്ത ആദ്യത്തെ പണി എന്താന്ന് ചോദിച്ചാൽ 1996 മുതൽ മുൻകാല പ്രാബല്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം എന്ന തീരുമാനമെടുത്തു. എന്ന് വെച്ചാൽ ഇനിയുള്ള ഏത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അടുത്ത ഒരു 10 നിയമനമെങ്കിലും ഭിന്നശേഷിക്കാർക്ക് മാത്രമായി അത് പരിമിതിപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയാണ്. കേരളത്തിൽ അത്രയധികം ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ ഭിന്നശേഷിക്കാരില്ല. അപ്പൊ നിയമനങ്ങൾ കേരളത്തിൽ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CC സുനിൽ, MR നാരായണൻ, പ്രിൻസ് ജോസഫ്, PO ജോസഫ്, K സുരേഷ് കുമാർ, ഷിബു, മുഹമ്മദ് റാഫി, ഹാരിസ് തോട്ടത്തിൽ, സുകേഷ് കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു.